സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് എടുക്കാം. സമച്ചേ ലിഖേ പേജ് നമ്പർ 12. നമൂനെ ദേഖേ രേഖാങ്കിത് അംശ पर ध्यान दे. അർത്ഥഭേദ് സമച്ചേ. നമൂന മീൻസ് മാതൃക. മാതൃക നോക്കാം. രേഖാങ്കിത് മീൻസ് അടിവരട്ട ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അർത്ഥഭേദ് സമച്ചേ അർത്ഥം വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് ജഡ്പട് ദൗഡ് ലഗാത്താ ഹെ. ജഡ്പട് ദൗഡ് ലഗാ രഹാ ഹെ. അതായത് ജഡ്പട് ദൗഡ് ലഗാത്താ ഹെ എന്ന് പറഞ്ഞാൽ ചടുപ്പട് ഓടാൻ തുടങ്ങുന്നു. ചടുപ്പട് ദൗഡ് ലഗാ രഹാ ഹെ ഓടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വർത്തമാനകാലമാണ്. സാമാന്യ വർത്തമാനകാലവും താത്കാലിക വർത്തമാനകാലവുമാണ് ഉദാഹരണം. അപ്പോൾ എന്താണ് വർത്തമാനകാലം എന്ന് നമുക്കറിയണം. വർത്തമാനകാലം 3 വിധത്തിലാണ്. സാമാന്യ വർത്തമാനകാലം, താത്കാലിക വർത്തമാനകാലം, സന്ദിഗ്ധ വർത്തമാനകാലം. അത് നമുക്ക് ലാസ്റ്റ് ഭാഗം പഠിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ചടുപ്പട് ദൗഡ് ലഗാത്താ ഹെ, ചടുപ്പട് ദൗഡ് ലഗാ രഹാ ഹെ. ഇവിടെ താഹെ രഹാഹെ എന്ന് ഓർമ്മിച്ചാൽ മതി. ലഗ കഴിഞ്ഞതിന് ശേഷം താഹെ സാമാന്യം, രഹാഹെ താത്കാലികം. ചടുപ്പട് അവർ നടുക്കട് ദൗഡ് ലഗാത്തേ ഹൈം. ലഗാ എഴുന്നതിന് ശേഷം തേ ഹൈം എന്നാണ്. ആ താ എന്നതിന് മാറ്റം വരുന്നത് തേ ആയി മാറുന്നു. ഹേക്കൊരു ഡോട്ട് ഇടുന്നു. അതായത് ചടുപ്പടും ഉണ്ടവിടെ, നടുക്കടുണ്ട്. ഇപ്പോൾ 2 പേരായതുകൊണ്ട് ബഹുവചനമായിട്ട് കാണാം. അതുകൊണ്ട് ലഗാത്തേ ഹൈം എന്ന് പറഞ്ഞു. 2 പേരും ഓടാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് ചടുപ്പട് അവർ നടുക്കട് ദൗഡ് ലഗാ രഹേ ഹൈം. അപ്പോൾ തേ എന്നെടുക്കുക, രഹേ എന്നാക്കുക, ഹേ എന്നെടുക്കുക, ഡോട്ട് എടുക്കുക, ഹൈ എന്നിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയി. അതുപോലെ മച്ചലി തൈർത്തി ഹേ. മച്ചലി മത്സ്യം, തൈർത്തി ഹേ അവിടെ നീന്തുന്നു. സ്ത്രീലിംഗമായതുകൊണ്ട് അവിടെ തീഹേ വെച്ചു. തൈർന നീന്തുക, ന കളഞ്ഞ് ക്രിയാധാതു എടുക്കുക, അവിടെ തീഹേ മത്സ്യം നീന്തുന്നു. മച്ചലി തൈ രഹീഹേ. അപ്പോൾ തീഹേ എന്നെടുക്കുക, രഹീന്ന് ചേർക്കുക, ആ ഹേ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. നീന്തിക്കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആണ്. നദിയാം ബഹ്തീഹേ. നദി എന്നതിൻ്റെ ബഹുവചനമാണ് നദിയാം. സ്ത്രീലിംഗമാണ്. ഇവിടെ സ്ത്രീലിംഗം ബഹുവചനമാണ്. അതുകൊണ്ട് ബഹ്തീഹേ നദികൾ ഒഴുകുന്നു. ഹേക്കൊരു ഡോട്ട് ഉണ്ടെന്ന് ഓർമ്മ വേണം. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? നദിയാം ബഹ് എഴുതിയതിന് ശേഷം രഹി ഹൈം എന്നാക്കി മാറ്റുക. അപ്പം ഒഴുകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഭാഗം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. മാതൃകയനുസരിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതാം. എങ്ങനെയാണ് നോക്കാം. നടുക്കട് രോത്താഹെ അല്ലേ. നടുക്കട് കരയുന്നു എന്നാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ രോന എന്നുള്ളതിൻ്റെ നാ കളഞ്ഞ് നമുക്ക് രോ കിട്ടി അവിടെ. അപ്പോൾ താഹേ എന്നാണ് ചേർത്തത്. അപ്പോൾ എന്താണ് എഴുതുക? നടുക്കട് രോ രഹാഹേ എന്ന് ചേർക്കണം. ഓക്കെ. നെക്സ്റ്റ് ചടുപ്പട് ഔർ നടുക്കട് സ്കൂൾ സേ ആ രഹേ ഹൈം. അവിടെ കണ്ടിന്യൂസ് ആണ്, താൽക്കാലികമായിട്ടാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ സാമാന്യ വർത്തമാനകാലത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ് എഴുതുക? ചടുപ്പട് ഔർ നടുക്കട് സ്കൂൾ സേ ആ തേ ഹൈം അല്ലേ. രഹേ ഹൈം എന്നെടുക്കുക, ആ കഴിഞ്ഞതിന് ശേഷം തേ, ആ തേ ഹൈം. നെക്സ്റ്റ് നാവ് ചൽ രഹീഹേ. അവിടെ സ്ത്രീലിംഗമാണ്, രഹീഹേ. അങ്ങനെയാണെങ്കിൽ നാവ് ചൽത്തീഹേ എന്ന് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് സർദിയാം ശുരു ഹോത്തിഹേ എന്ന് പറഞ്ഞാൽ തണുപ്പ് ആരംഭിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ തണുപ്പ് ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശുരു ഹോ രഹീഹൈം അല്ലേ. സർദിയാം, സർദി, സർദിയാം ബഹുവചനമാണ്. സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് ഹോത്തി ഹൈം എന്നിട്ടു അവിടെ ഹോ രഹീഹൈം എന്ന് ചേർക്കേണ്ടതാണ്. ഇത് പ്രത്യേകിച്ചും വർത്തമാനകാലം രണ്ടും സാമാന്യവും താൽക്കാലികവും മനസ്സിലായവർക്ക് സിമ്പിളാണ്. നമുക്കത് ലാസ്റ്റ്
ആ ഗ്രാമർ പഠിക്കാവുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി താ ഹേ രഹാ ഹേ, പുല്ലിംഗം ഏകവചനമാണ്. താ ഹേ രഹാ ഹേ. തേ ഹൈം എന്നാണെങ്കിൽ രഹേ ഹൈം, പുല്ലിംഗം ബഹുവചനം. തീ ഹേ രഹി ഹേ, സ്ത്രീലിംഗം ഏകവചനം. തീ ഹൈം ഡോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രഹി ഹൈം സ്ത്രീലിംഗം ബഹുവചനമായിട്ടും മനസ്സിലാക്കുക. ഇത് കാണാതെ എഴുതി പഠിച്ചിട്ട് അങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ഭാഗം കോൺവെർസേഷൻ. ബാത്ചീത്ത് യാ വാർത്താലാപ് എന്നും പറയാം. ലിഖേ. ക്വസ്റ്റ്യൻ. മാൻ ലേ നടുക്കടനെ ഘർ പഹൂഞ്ച് കർ രാസ്തേ की सारी घटनाएं माम को बता दी. दोनों के बीच की वार्तालाप या बातचीत लिखे. നടുക്കടെ വീട്ടിലെത്തിയപ്പോൾ വഴിയിലുള്ള എല്ലാ സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. ദോനോ കെ ബീച്ച്, അപ്പോൾ നടുക്കടും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. 4 മാർക്കിനാണ്, ശ്രദ്ധിച്ചെഴുതുക. പോയിൻ്റ് അത്രയും സിമ്പിളാക്കിയിട്ട് കുറച്ച് 8 പോയിൻ്റെങ്കിലും, 4 ഒരാൾ 4 പറയുന്നതും മറ്റൊരു അതിന് ആൻസർ 4 പറയുന്നതും, അങ്ങനെ ഏകദേശം 8-10 പോയിൻ്റ് നല്ല സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ആദ്യം നടുക്കട് പറയും നോക്കാം. അപ്പോൾ നടുക്കട് സ്കൂളിൽ നിന്ന് വന്നപാടാണ് അമ്മയെ അന്വേഷിക്കുകയാണ്. അരേ മാം തും കഹാം ഹോ, അമ്മേ നിങ്ങൾ എവിടെയാണ് ഉള്ളത്, അമ്മേ എന്ന് വിളിച്ചു. അരേ അല്ലെ ഹേ എന്നെല്ലാം പറയാം. തും കഹാം ഹോ, എവിടെയാണ് ഉള്ളത്. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? ക്യാ ഹുവാ ബേട്ടാ മൈ ആ രഹീഹും, എന്താണ് ഞാൻ വരുന്നുണ്ട്. ആ രഹീഹും നമ്മളിപ്പോൾ പഠിച്ചതാണ് താൽക്കാലിക വർത്തമാനം. ആ രഹീഹും വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറയാം. നടുക്കടെ മാ ആജ് ഏക്ക് വിചിത്ര ബാത്ത് ഹുയി, അമ്മേ ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ടായി. അപ്പം എന്താണ് അമ്മ പറയുന്നത്? ക്യാ ബാത്ത് ഹേ ബതാവോ, എന്താണ് കാര്യം, വേഗത്തിൽ പറയുവിൻ. നടുക്കടെ സ്കൂൾ സേ വാപ്പസ് ആത്തേ സമയ് മൈ പാനിമേ ഗിർപ്പടാ, അമ്മേ സ്കൂളിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഞാൻ വെള്ളത്തിൽ വീണുപോയി, വഴുതി വീണുപോയി. മാം ഹേ ഭഗവാൻ മൈ ക്യാ സുൻ രഹി ഹോ, ഞാൻ എന്താണ് കേൾക്കുന്നത്. നടുക്കടെ നദിക്ക് കിനാരെ മേരാ ബസ്താ രഖാത്ത वो उड़ाते समय मेरा पाव फिसल दिया യാ ഫിസല എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ, അവൻ ബാഗ് വെച്ചത് ഓർക്കുന്നില്ലേ? നദിയുടെ തീരത്ത് ആ ബാഗ് വെച്ചിരുന്നു, ഞാനത് എടുക്കുവാൻ വേണ്ടി കുനിഞ്ഞു, അപ്പോഴെൻ്റെ കാല് വഴുതിപ്പോയി. മാം തു നദിക്ക് പാസ് ക്യോം ഗയാ, നീ എന്തിനായിരുന്നു നദിയുടെ അടുത്ത് പോയിരുന്നത്. നടുക്കടെ കാഗസ് കി ദോ നാവേം പാനിമേ ബഹാനെ കെ ലിയെ മാം, ഓർക്കുന്നുണ്ടല്ലോ കടലാസ് തോണി അവൻ്റെ ബാഗിൽ ആക്കി വെച്ചതും അവ വെള്ളത്തിലിടുന്നതെല്ലാം ഓർക്കുന്നില്ലേ? ആ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? ഫിർ, പിന്നെന്താണ് സംഭവിച്ചത്. നടുക്കടെ ഫിർ മൈ പാനിമേ ഡൂബത്തെ ഉദർത്തെ യാ ദൂർ ജാനലക, അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് അങ്ങ് വഴുതി വീഴുകയും അങ്ങനെ വെള്ളത്തിൽ നിന്നും മുങ്ങുകയും അതുപോലെ തന്നെ പൊങ്ങുകയും ചെയ്ത് ഇങ്ങനെ അങ്ങ് ദൂരെ എത്തി അമ്മേ എന്ന് പറയുന്നത് പോലെ. മാം ക്യാ തുമാരെ സാത്ത് ചടുപ്പട് നഹിയേനാ, എന്താ നിന്നോടൊപ്പം ജ്യേഷ്ഠൻ ജടുപ്പടി ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്താണ് നടുക്കട് പറയുന്നത്? ഹാ മാം, ഉണ്ടായിരുന്നു. ഉസ്നെ ഹി ജൽദി നദീമേ കൂദ് കർ മേരാ ജാൻ ബജായ, അവൻ തന്നെയാണ് എന്നെ പോകുന്നത് കണ്ടപ്പോൾ, ഞാൻ ഒഴുകുന്നത് കണ്ടപ്പോൾ വേഗം തന്നെ നദിയിലേക്ക് കുതിച്ച് ചാടുകയും എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയതും. നഹീൻ തോ, ഇല്ലായിരുന്നെങ്കിൽ, അവൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ മാം പറയാണ്, ഹേ ഭഗവാൻ തോ മേരെ ബേട്ടേക്ക് ജാൻ ബജായി. അപ്പോൾ അമ്മ വിളിച്ചു പറയുകയാണ്, ദൈവമേ നീ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയില്ലേ, ബഹുത്ത് ശുക്രിയ, വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഏകദേശം ഒരു പോയിൻ്റ്, ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതേ ഉള്ളൂ. നിങ്ങളതും എഴുതി പഠിക്കുകയാണ് വേണ്ടത്. സിമ്പിളായിട്ടുള്ള വാക്കുകൾ ചെയ്തു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചെറിയൊരു കോൺവെർസേഷൻ നമുക്ക് ഉണ്ടാക്കാം. ചടുപ്പടിനെ ബാർ ബാർ രുക് കർ നടുക്കെടുക്ക ഇന്തസാർ കർണ പടാ.
ये परेशान के बारे में उसने माम से शिकायत करता दोनों के बीच का वार्तालाप या बातचीत तैयार करे. പാരഗ്രാഫ് ഓർക്കുന്നുണ്ടല്ലോ. ചടുപ്പട് ഓരോ തവണകളായിട്ടും അവിടെ ഇവിടെ നിന്നുകൊണ്ട് നടുക്കടിനെ പ്രതീക്ഷിച്ചു നിന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് പരാതി നൽകി അമ്മയോട് പറഞ്ഞു. അപ്പോൾ നടുക്കട് നെ കുറിച്ച് എന്തൊക്കെയായിരിക്കും ജടുപ്പട് അമ്മയോട് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഭാഗമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാം, ആദ്യം തന്നെ മാം ചോദിക്കാം, അല്ലെങ്കിൽ ചടുപ്പട് പറയാം. മാം, ഇത്തനി ദേരി ക്യോം ഹുയ് ബേട്ടാ, എന്താണ് ഇത്ര വൈകിയത്? അപ്പോൾ ചടുപ്പട്, മൈ ക്യാ കരൂ മാം, ഞാൻ എന്താ ചെയ്യേണ്ടേ അമ്മേ? മാം, തും ക്യോ പരേശാൻ കർത്തേ ഹോ, നീ എന്താണ് വളരെയധികം വിഷമത്തിലാണല്ലോ? ചടുപ്പട്, മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്തേ ഹേ. അതെ മാം, ഞാൻ എൻ്റെ ചെറിയ നടുക്കട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. वो रास्ते में बार बार रुकता है इसलिए उसे इंतज़ार करना पड़ता है. അവൻ എന്നും വഴിയിൽ അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഓരോ ദൃശ്യങ്ങളും നോക്കി നോക്കി അവൻ ടൈം വേസ്റ്റാക്കിയാണ്. അതുകൊണ്ട് എനിക്ക് അവനെ കാത്തു നിൽക്കേണ്ടി വരുന്നു. മാം ചോട്ടാ ഹേന കോയ് ബാത്ത് നഹി, അവൻ ചെറുതല്ലടാ, യാതൊരു വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ പോലെ. ചടുപ്പട്, ടീക്ക് ഹേ ലേക്കിൻ സ്കൂൾ പക്കൂഞ്ചിനുമേ ദേരി ഹോത്തി ഹേ. പക്ഷെ എന്താ, ശരിയാണ് അമ്മ പറഞ്ഞത്, പക്ഷേങ്കിൽ സ്കൂളിലെത്താൻ വൈകുന്നു അമ്മേ, ഞാൻ എന്താ ചെയ്യുക? മാം മായേം ഉസെ സമച്ചാതോങ്കി, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലായിക്കാം, വേഗം നടക്കാനൊക്കെ ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ചടുപ്പട്, ഏ ബി നഹി മാം, ഇത് മാത്രമല്ല, കബി കബി ഉസ്ക ഹാത്ത് പകടുക്കർ ദൗടാനാ ബി പെടുത്ത ഹേ. ചില സമയത്തൊക്കെ അവൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ഓടേണ്ടി വരുന്നു, എങ്കിലും അവൻ വേഗം നടക്കില്ല എന്നത് പറയും പോലെ. മാം ചിന്താമത്ത് കരോ സബി ടീക്ക് ഹോക, നീ അത് ടെൻഷൻ അടിക്കേണ്ട മോനെ, അതൊക്കെ ശരിയാവും എന്നമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ചടുപ്പടെ, കബ് ടീക്ക് ഹോക, എപ്പോൾ ശരിയാവാനാ? അപ്പോൾ വീണ്ടും അമ്മ പറയാണ്, അരേ ബഡേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖിനാ പടുത്താ ഹേ. അതായത് മുതിർന്നവരല്ലേ ചെറിയവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയും പോലെ അവനോട് പറഞ്ഞു. ചടുപ്പട്, ടീക്ക് ഹേ മൈ ധ്യാൻ രഖോ എന്ന് പറയുന്നത് പോലെ അവൻ പറഞ്ഞവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ഫുൾ സ്റ്റോപ്പ് എടുക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അതുപോലെ നല്ല വാക്കിൽ സംഭാഷണം അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.